സർക്കാരെ
കളക്ടറേറ്റ് മാർഗം സ്വാഗതം പറയാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരീഷ് ബാലകൃഷ്ണൻ. ഏറെ പ്രിയകരനായിട്ടുള്ള ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ നായകൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുല്, ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ P മുഹമ്മദ് ഷമ്മാസ്, കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള രാകേഷ് ബാലൻ, റായിബ് കല്യാശ്ശേരി, അർജുൻ കുറൂർ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് ഭാസ്കരൻ ഉൾപ്പെടെയുള്ള കേരള വിദ്യാർത്ഥി യൂണിയന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, മറ്റ് KSUവിന്റെ നേതാക്കന്മാർ, നല്ലവരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇങ്ങനെയൊരു പ്രതിഷേധ മാർച്ചുമായി ഈ ഒരു ദിവസം കേരള വിദ്യാർത്ഥി യൂണിയൻ ഇവിടെ കടന്നു വരാനുണ്ടായ കാരണങ്ങൾ നിങ്ങൾക്ക് വളരെ സമ്മിശ്രമായിട്ട് അറിയുന്നതിനാണ്. എത്രയോ നാളുകളായി ഈ നമ്മുടെ കേരള മണ്ണിൽ 10ാം ക്ലാസ് പാസ്സായി മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയിട്ട് പോലും നിരവധിയാർന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് +1 മൂന്നാമത്തെ അലോട്ട്മെന്റ് ഇന്ന് വരാനിരിക്കുമ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് +1 അഡ്മിഷൻ ലഭിക്കാതെ ഇന്ന് പടിക്ക് പുറത്ത് നിൽക്കുന്നത്. ഇവിടെയുള്ള പിണറായി വിജയന് കുടുംബക്കാരെ പോറ്റാനല്ലാതെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ കുറിച്ച് ഓർത്ത്, ഇവിടുത്തെ സാധാരണക്കാരെ കുറിച്ച് ഓർത്ത് ഒന്നും ചിന്തിക്കാനുള്ള ഒരു സമയം പോലും ഇവിടുത്തെ ഭരണാധികാരികൾക്കില്ല. +1 നിരവധിയാർന്ന വിദ്യാർത്ഥികളാണ് എന്നും 10ാം ക്ലാസ് പഠിച്ച് പാസ്സായി +1 സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നത്. മറ്റൊരു വിഷയം നിങ്ങൾക്കറിയാം, 4 വർഷ ഡിഗ്രി കോഴ്സ് പ്രഖ്യാപിച്ചിട്ട് ഈ ഒരു ദിവസം അത്രയായിട്ട് മാസങ്ങളായിട്ട് എന്നും UGയുടെ സിലബസ് പുറത്തിറക്കാൻ പോലും ഇത്രയും ഇടതിന്റെ ആധിപത്യമുണ്ടെന്ന് പറയുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് അങ്ങനെ ഒരു സിലബസ് ഈ നാളത്തെയുമായിട്ട് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിച്ച് മികച്ച മാർക്ക് വാങ്ങി LSSഉം USSഉം ജയിച്ച്, അതുപോലെ തന്നെ അവരുടെ ആനുകൂല്യങ്ങളായ ഈ ഗ്രാൻസ് ഉൾപ്പെടെ ഉച്ചക്കഞ്ഞി പോലും കൊടുക്കാത്ത ഒരു നാണം കെട്ട ഗവൺമെന്റാണ് ഇവിടെ ഭരണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ വളരെ അപമാനകരമാണ്. ഈ ഗവൺമെന്റിനെതിരെ, ഈ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇത്തരമൊരു പ്രതിഷേധ മാർച്ചുമായിട്ട് ഈ കണ്ണൂർ കളക്ടറേറ്റിന്റെ അന്തരങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ P മുഹമ്മദ് ഷമ്മാസ്, ഈ ഒരു പ്രതിഷേധത്തിന്റെ നായകൻ അതുൽ MC, മറ്റ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കൾ ഫർഹാൻ മുണ്ടേരി, അതുപോലെ തന്നെ ആകാശ് ഭാസ്കരൻ ഉൾപ്പെടെയുള്ള രാകേഷ് ബാലൻ, അർഷരാജ്, അതേപോലെ തന്നെ അഷിത് അശോകൻ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ സെനറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള റായിബ് കല്യാശ്ശേരി ഉൾപ്പെടെയുള്ള KSUവിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, അൽത്താഫ്, വൈഷ്ണവ് ഉൾപ്പെടെയുള്ള കേരള വിദ്യാർത്ഥി യൂണിയന്റെ കരിഷ്മ ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമരനായകരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സമരത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായിട്ടുള്ള കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സമര നായകന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇങ്ങനെയൊരു കലക്ട്രേറ്റ് മാർച്ചിലേക്ക് നമ്മൾ കടക്കാനിടയുണ്ടായ സാഹചര്യം നമുക്കൊക്കെ അറിയാം. വിദ്യാഭ്യാസ മേഖലയാകെ തന്നെ കുത്തഴിഞ്ഞ നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും
കണ്ണൂർ ജില്ലയടക്കം ഉൾപ്പെടുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഇടത് ആളുകളൊക്കെ തന്നെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി അടക്കം എല്ലാ വിധത്തിലും അവതാളത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹം ഇതിനെയൊക്കെ തന്നെ അതിശക്തമായ പ്രതിഷേധവും രോഷവുമായിട്ട് വിദ്യാഭ്യാസ കേന്ദ്രത്തിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി ഒരു എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു പോകുമ്പോ ആ എക്സാം രജിസ്ട്രേഷൻ ഫീസ് പോലും അടക്കാൻ വയ്യാത്ത രീതിയിൽ സെർവറുകൾ പോലും തയ്യാറാക്കാൻ കൃത്യമായി തയ്യാറാവാൻ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പുതിയ രീതിയിലുള്ള ഒരു 4 വർഷ കോഴ്സ് കടന്നു വരാൻ വേണ്ടി പോകുന്നു. അങ്ങനെ കടന്നു വരുന്ന സമയത്ത് അതിനകത്ത് വിദ്യാർത്ഥികൾ എന്ത് പഠിക്കണം എന്ന് അറിയാനുള്ള ഒരു അവകാശത്തെ പോലും ഹനിക്കുന്ന നിലയിൽ ഒരു സിലബസ് പോലും ഇറക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രിയപ്പെട്ടവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ കുത്തഴിയ നിലയിൽ ഇപ്പോഴത്തെ PG 2ാം സെമസ്റ്റർ കഴിഞ്ഞു 3ാം സെമസ്റ്ററിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളുടെ പോലും ചില കോഴ്സുകളുടെ സിലബസ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്ത ഒരു യൂണിവേഴ്സിറ്റി ഈ നാടിന് തന്നെ അപമാനമായി കോറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇത്രയേറെ വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി മറ്റൊന്നുണ്ടാകുമോ എന്നുള്ളത് പോലും നമ്മളെയൊക്കെ തന്നെ സംശയിക്കുന്ന നിലയിൽ അവതാളത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നിരവധിയായ VCUI ഒക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. അതിനകത്ത് സിലബസ് ഉടൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അതിലൊന്നും നടപടിയാകാത്തൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർച്ചുമായി കടന്നു വരുന്നത്. ഇപ്പോ ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ വാർത്തേറ്റ് മാർച്ചിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ശനിയാഴ്ച ദിവസം പ്രവൃത്തി ദിനമാക്കിയത്. നമുക്കറിയാം ചെറിയ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളൊക്കെ തന്നെ ആ അവധി ദിവസങ്ങൾ അല്പമെങ്കിലും ആസ്വദിക്കുവാൻ വേണ്ടി സാധിക്കുന്ന 2 ദിവസങ്ങളാണ് ശനിയും ഞായറും പോലെയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ പോലും ക്ലാസുകളിൽ വെച്ചുകൊണ്ട് ആ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ തന്നെ ബാധിക്കുന്നതിലേക്ക് ഈ കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസ വകുപ്പ് നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ നിലയിൽ എല്ലാവിധത്തിലും കുത്തഴിഞ്ഞ നിലയിൽ ഈ ഗ്രാൻസ് ലഭിക്കാത്ത എത്ര വർഷമായി ഈ ഗ്രാൻസ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. USSന്റെയും LSSന്റെയും സ്കോളർഷിപ്പ് തുക പോലും നൽകാൻ വേണ്ടി സാധിക്കാത്ത ഒരു സർക്കാരായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. ഉച്ചക്കഞ്ഞി വിതരണത്തിൽ പൈസ ലഭ്യമാക്കുവാൻ വേണ്ടി പോലും സാധിക്കാത്ത നിലയിലേക്ക് ഈ കേരളത്തിനകത്തുള്ള ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയാകെ തന്നെ തച്ചുനിലയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ KSU കേരള വിദ്യാർത്ഥി യൂണിയൻ സമരരംഗത്ത് ശക്തമായി നിലകൊള്ളും എന്നുറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ കലക്ടറേറ്റ് മാർച്ച് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ പ്രിയങ്കരായ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടുകൂടി ഈ കലക്ടറേറ്റ് മാർച്ച് അഭിവാദ്യം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് P. മുഹമ്മദ് ഷമ്മാസിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ഈ പ്രതിഷേധ മാർച്ചിന്റെ നായകൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട MC അതുൽ, സന്നിഹിതരായിരിക്കുന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെ KSUവിന്റെ ജില്ലാ ഭാരവാഹികൾ, പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏത് സാഹചര്യത്തിലാണ് KSU ജില്ലാ കമ്മിറ്റി ഇന്ന് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ഇത്തരമൊരു പ്രതിഷേധ മാർച്ചുമായി കടന്നു വരേണ്ടി വന്നത് എന്നത് വളരെ കൃത്യമായി തന്നെ ഇവിടെ സ്വാഗത പ്രസിഡന്റ് ഹരികൃഷ്ണനും ജില്ലാ പ്രസിഡന്റ് അതുലും സൂചിപ്പിച്ചു. കേരളത്തിൽ ഇതുപോലെ ഒരു കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു ഭരണ സംവിധാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് വളരെ ആഴത്തിൽ പൊതുസമൂഹവും വിദ്യാഭ്യാസ മേഖലയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇത്ര കണ്ട് കുത്തഴിഞ്ഞ, ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാതെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ മേഖല. അക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ മത്സരിക്കുകയാണ്. എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ദ്രോഹിക്കേണ്ടത്, എങ്ങനെയാണ് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് പരസ്പരം മത്സരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പുകളായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും മാറിയിരിക്കുന്നു. പുതിയ ഗവേഷണ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. എങ്ങനെ ഈ മേഖലയെ കുളം തോണ്ടാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും വളരെ ആസൂത്രിതമായി ഈ മേഖലയെ തകർക്കാനുള്ള ഗവേഷണത്തിന് അഡ്മിഷൻ എടുത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. പൊതുവെ ഈ സർക്കാരിന്റെ അവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും നല്ല ബോധ്യമുണ്ട്, മന്ത്രിയെക്കുറിച്ച് അതിനേക്കാൾ നല്ല ബോധ്യമുണ്ട്. ആ രീതിയിലൊക്കെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ
ഇവിടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു സൗകര്യം ഒരുക്കുന്നില്ല. പ്ലസ് വൺ വിഷയവുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ വലിയ ആശങ്കയും പ്രയാസവും പങ്കുവെക്കുമ്പോൾ പോലും അതിനോടൊക്കെ മുഖം തിരിക്കുന്ന സമീപനം ഈ സർക്കാർ സ്വീകരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്കപ്പുറത്തേക്ക് അവരുടെ മക്കൾക്ക് ഉന്നതമായ പഠനവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തണമെന്ന് നിരന്തരമായ പ്രയത്നങ്ങളിലൂടെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ നാട്ടിലെ രക്ഷിതാക്കളെ പോലും പങ്കെടുക്കുന്ന രീതിയിലേക്ക് ഈ സർക്കാരിന്റെ സമീപനം മാറുകയാണ്. പ്ലസ് വൺ സീറ്റ് ചോദിക്കുമ്പോൾ അർഹമായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ബാച്ച് അനുമതികളെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ അധിക്ഷേപവും എന്തിനേറെ പറയുന്നു മതപരമായ ചേരിതിരിവ് പോലും നടത്തുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളുമായി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ രംഗത്ത് വരുമ്പോ അതങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കേരള വിദ്യാർത്ഥി യൂണിയനാകില്ല. വളരെ ആധികാരികമായി തന്നെ ഈ രീതിയിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ തീരുമാനമെങ്കിൽ അവരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് KSU വരും ദിവസങ്ങൾ മുന്നോട്ട് പോകും. ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥി അവകാശ സമര പോരാട്ടങ്ങളെല്ലാം നേടിയെടുത്ത് ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും KSUവിന് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും KSUവിന് നന്നായിട്ടറിയാം. അത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. സിലബസിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സിലബസ് ചോദിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ 4 വർഷ ബിരുദ കോഴ്സിന്റെ ഫലമായുള്ള സിലബസ് ഗഡുക്കളായി നൽകാൻ ഇത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കിട്ടുന്ന മാസപ്പടിയല്ല, മറിച്ച് വിദ്യാർത്ഥികൾക്കുള്ള അവർക്ക് പഠിക്കാനുള്ള അവകാശത്തെ പ്രാവർത്തികമാക്കുന്ന അവരുടെ സിലബസാണ്. അത് നിങ്ങൾക്ക് ഗഡുക്കളായി തരാം. അടുത്ത മാസം 2 അത് കഴിഞ്ഞ് അടുത്ത മാസം 2 എന്ന് തരാൻ ഇത് പിണറായി വിജയനും മകൾക്കുമുള്ള മാസപ്പടിയല്ല എന്ന് വളരെ കൃത്യമായി പറയാമെന്ന് ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധം ഒരു സൂചനമായിട്ട് മാത്രമാണ് KSU എന്ന സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് പ്രതിഷേധ സമരങ്ങളുമായി മാർച്ചുകളുമായി മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്ത് ഏറ്റവും സുതാര്യമായി നടന്നുവെന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന നീറ്റ് പരീക്ഷകൾ പോലും അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് വ്യത്യസ്തമായ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തി അവരെ എല്ലാ തരത്തിലും ദ്രോഹിക്കുന്ന ശനിയാഴ്ച പ്രവർത്തി ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ഈ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ വിദ്യാർത്ഥി വിരുദ്ധമായി ചെയ്യാൻ കഴിയുമോ അതൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായ വലിയ പ്രതിഷേധങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും. മന്ത്രിമാരെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആർബിന്ദവും ശിവൻകുട്ടി എന്ന് പറയുന്ന വിവരംകെട്ട കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും കേരളത്തിന്റെ നിരത്തുകളിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതിഷേധങ്ങൾക്കും ഇന്നാട്ടിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ വലിയ പിന്തുണ KSUവിനോടൊപ്പം ഉണ്ട്. ആ വിദ്യാർത്ഥി പിന്തുണയിൽ തന്നെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും വളരെ ശക്തമായി തന്നെ ഈ പ്രതിഷേധങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സൂചനാ സമരം എന്ന നിലയിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഇന്നിപ്പോ കണ്ണൂർ കളക്ടറേറ്റ് ഉൾപ്പെടെ ഈ മാർച്ച് നടക്കുമ്പോൾ ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം നേതൃത്വം നൽകിയ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും കേരള വിദ്യാർത്ഥികളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് KSU. ഈ സമരത്തിൽ അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുന്ന KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയെ ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ കൺവീനർ പ്രസിഡന്റ് ഉദ്ഘാടകനടക്കമുള്ള കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ ഭാരവാഹികളെ മറ്റു മാധ്യമത്തിനടുത്തായിട്ട് സുഹൃത്തുക്കൾ, കേരള വിദ്യാർത്ഥി യൂണിയൻ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള കളക്ടറേറ്റ് മാർച്ചുമായി മുന്നോട്ട് പോകുകയാണ്. ആ കളക്ടറേറ്റ് മാർച്ചുമായി കേരള വിദ്യാർത്ഥിയോട് മുന്നോട്ട് പോകുമ്പോൾ മലബാർ മേഖലയിലെ വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മലബാർ മേഖലയിൽ നിങ്ങൾ ഈ പ്ലസ് 1 സീറ്റിൽ കൊടുത്ത വിദ്യാർത്ഥികൾ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അധിക സീറ്റല്ല ഞങ്ങൾക്ക് വേണ്ടത്, അധിക ബാച്ചാണ് ഈ മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ നിന്നല്ല ഞങ്ങൾക്ക് സീറ്റ് വേണ്ടത്, ഞങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമുള്ള സീറ്റുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ബാച്ചുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ശക്തമായ സമരങ്ങളായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഓരോ തരത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകനടക്കമുള്ള ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരെ വിശദീകരിച്ചു. ഓരോ തരത്തിലുമുള്ള
ചക്കന്റെ തലയടിച്ചു വന്നല്ലോ. KSU
ഞങ്ങൾ കണ്ടവരാ ഞങ്ങൾ പാലിക്കോ നിങ്ങൾക്കെതിരെ വരുന്നു പ്രതിഷേധം സമരം സൂചനമാക്കും. സൂചനകൾക്ക് പഠിച്ചില്ലെങ്കിൽ ആ പിള്ളേർ കൊണ്ടുപോണ്ട അവനവിടെ
ബസ് വിടണ്ട കാളി 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 മെല്ലനെ പോകാൻ വേണ്ടി പറ പോലാന്തോ മെല്ലനെ പോയാ മതി ആർക്ക് കാളി കാളി വണ്ടി വിടണ്ട കാളി വണ്ടി വിടണ്ട
രാജിവെച്ച് പോപുറത്ത് സിന്ദാബാദ് സിന്ദാബാദ് പിണറായിയുടെ പോലീസ് ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം കുട്ടികളോട് കളിക്കും പോലെ കുട്ടികളോട് കളിക്കണ്ട കുട്ടികളോട് കളിക്കണ്ട ആരിത് പറയുന്നറിയാമോ ആരിത് പറയുന്നറിയാമോ വിദ്യാർത്ഥികൾ കണ്ടിട്ടില്ല സിന്ദാബാദ് പ്രതിഷേധങ്ങളിരമ്പട്ടെ ദിക്കുകളട്ടും പട്ടട്ടെ കെട്ടിയോളോട് കളിക്കും പോലെ കെട്ടിയോളോട് കളിക്കും പോലെ കെട്ടിയോളോട് കളിക്കും പോലെ കെട്ടിയോളോട് കളിക്കും പോലെ കുട്ടിയോളോട് കളിക്കല്ലേ കുട്ടിയോളോട് കളിക്കല്ലേ കുട്ടിയോളോട് കളിക്കല്ലേ കുട്ടിയോളോട് കളിക്കല്ലേ അമ്പത്തേഴൊരു കാലത്ത് ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ ആഞ്ചാടി വയലാറും മഞ്ചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം തിരിച്ചടിക്കും വർഷം രണ്ട് കഴിഞ്ഞോട്ടെ അപ്പൊ കാണാൻ കട്ടായോ കാലത്തിന്റെ ചരിത്രത്തിൽ കാലം കവിതരടിക്കുമ്പോൾ പോരാട്ടത്തിന്റെ അമ്പലത്തിൽ ചോരച്ചാലുകൾ മാറ്റത്തിന്റെ മുഴക്കത്തിന്റെ
വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കും KSU. ഞങ്ങൾ വിളിക്കും KSU. പോരാ പോരാ ഇനിയും ഉറക്കെ. KSU, KSU. ഇതിലുമുറക്കെ, അതിലുമുറക്കെ. KSU, KSU. ഇങ്ങോട്ട് വിളിക്കട്ടെ. KSU, KSU. ദിക്കുകളെട്ടും പൊട്ടട്ടെ. KSU, KSU. ദിക്കുകളെട്ടും പൊട്ടട്ടെ. KSU, KSU. അറബിക്കടലുകളെ ഇളകട്ടെ. സംഗീതകാക്കൾ ഞെട്ടട്ടെ. KSU, KSU. ജയിലറ ഞെട്ടി വിറക്കട്ടെ. KSU, KSU. 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 KSU വേ സിന്ദാബാദ്. KSU, ജിന്ദാബാദ്.